gentlemen. Gentlemen and ladies. എടാ എന്തിയടാ വഴി വിട്ടി വന്ന ആരെയും കാണാനില്ലല്ലോ. ഈ അർജന്റീന ബ്രസീൽ ഫാൻസിന് മാത്രമല്ലോ ആകാശം ജനതത്തേക്ക് ഞങ്ങൾക്കില്ലേ? ഒറ്റയ്ക്ക് വഴി കിട്ടി എവിടെയും ചെന്നോ ഇനി? എന്തൊക്കെ ബഹളമായിരുന്നു. മെസ്സി ഹാട്രിക് അടിച്ചാൽ അണ്ണൻ ബൈസൈക്കിൾ അടിച്ച് ഹാട്രിക് അടിക്കും. ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹമാറുകൾ വലിഞ്ഞു കയറും കേരളക്കാരെ പറയിപ്പിക്കാൻ. പാവം പറഞ്ഞത് മാസാക്കാൻ നോക്കിയതാ, കോളം അങ്ങ് പഞ്ഞി കിട്ടും. നിന്റെ കൂടെ ഞങ്ങളുണ്ടാ പഴയ ഒരു ഉഷാർ വന്ന പോലെ. ഫസ്റ്റ് മാച്ച് കോങ്കോയ്ക്ക് കളി കഴിഞ്ഞപ്പോ ഞാനും പ്രതീക്ഷിച്ചു ഇത്തവണ പോർച്ചുഗൽ കയറി വരില്ലാന്ന്. ചമ്മി എന്ന് പറഞ്ഞ ഇതുപോലൊരു ചമ്മൽ എന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല. ഇടയ്ക്കൊക്കെ ചമ്മണോണ്ട് കുഴപ്പമില്ല, അഹങ്കാരം കുറയുന്നേ. ഇന്നത്തെ മാച്ച് പോലാണ് പോകുന്നെങ്കിൽ എന്തായാലും അർജന്റീനയും പോർച്ചുഗലും തമ്മിൽ ഒരു മത്സരം വരും. അതൊരു ഒന്നൊന്നര മാച്ച് ആയിരിക്കും. നീ കൊള്ളാമല്ലോടി പെണ്ണേ. ഈ 41ാമത്തെ വയസ്സില് എന്തോ കളി അങ്ങേര് കളിക്കുന്നത്. അവറ്റകളുടെ കരച്ചിലേക്കാന്തൻ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. മെസ്സിയെ മറികടന്ന് റൊണാൾഡോ വരുമോ ഗൈസ്? ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുക. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നാട് വിടാൻ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ നീ ഒരു ടൂറിലായിരിക്കും. നീ ഒന്നും ചെയ്യണ്ട, മുമ്പ് പോയി വല്ല ഐസ്ക്രീം കഴിക്കും കേട്ടോ. ശരിയാ. നിങ്ങളുടെ ഭ്രാന്ത് മാറിയതല്ലേ? ആരും റിപ്പോർട്ട് അടിച്ച് ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പൊക്കോളാം. മുള്ളിയപ്പ തെറിച്ച ബന്ധം ഉള്ളെങ്കിലും അക്കാര്യം ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഇത്തവണ പോർച്ചുഗൽ കപ്പടിച്ചാൽ ഞാൻ ഈ അക്കൗണ്ട് ഓൺ ദ സ്പോട്ടിൽ ഡീആക്ടിവേറ്റ് ചെയ്ത് പൊക്കോളാം. നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നതാവൂന്ന് ഞാൻ ചോദിക്കുന്നില്ല. മറിച്ചാണെങ്കിൽ എന്നെ ട്രോളി ഏറി കയറ്റിയ ആസിഫിനോടാണ്. പോർച്ചുഗൽ ഫാൻ ആണെങ്കിൽ നീയും ഈ വെല്ലുവിളി അങ്ങ് ഏറ്റെടുക്കണം. ഓൺ ദ സ്പോട്ടിൽ പോർച്ചുഗൽ കപ്പടിച്ചില്ലെങ്കിൽ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് പോകണം. നീ ഉണ്ടാക്കും കുറെ. റൊണാൾഡോ ഫാൻ ആണെന്ന് പറയല്ല, ചെയ്താണ് കാണിക്കേണ്ടത്. എന്താ പറ്റുമോ? എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എഴുതി വെച്ചിട്ടില്ല. എന്നെ ചീത്ത വിളിക്കൂ, വേണമെങ്കിൽ നല്ല ഇടി ഇടിക്കൂ, അപമാനിക്കൂ, പക്ഷെ ഉപദേശിക്കരുത്. തിന്നുക, ഉറങ്ങുക, ഭൂമിക്കൊരു ഭാരമായിട്ട് ജീവിക്കുക, എന്തൊരു ജന്മം കർത്താവേ. എന്നാ പിന്നെ നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ വെക്കി എന്നിട്ട് പിന്നെ വിളിക്കും.